നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയും EDയും തമ്മിൽ കുറച്ചു നാളുകളായി തന്നെ യുദ്ധം നടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ED റെയ്ഡ് ചെയ്യാനായി നീക്കങ്ങൾ നടത്തുന്നു. അത് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നു. സ്റ്റേ നീങ്ങിയതിനു പിന്നാലെ തന്നെ ED കഴിഞ്ഞ 2 ദിവസമായി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില സ്ട്രോങ് റൂമുകൾ തുറക്കണമെന്ന് ED ആവശ്യപ്പെടുന്നു. എന്നാൽ അതിന് സമ്മതിക്കാതെ തന്നെ CJ റോയി നിൽക്കുകയാണ്. അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് CJ റോയി പറഞ്ഞപ്പോൾ, എന്നാൽ ചില ഡോക്യുമെന്റ്സ് ആവശ്യമാണെന്ന് ED പറയുന്നു. ഞാൻ ഡോക്യുമെന്റ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഈ ഓഫീസ് മുറിയിലേക്ക് പോകുന്നിടത്ത് പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഓഫീസ് മുറിയിൽ നിന്നും വെടിയൊച്ച കേൾക്കുന്നത്. വെടിയൊച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ മറ്റ് തൊഴിലാളികളാണ് അവിടെ പോയി നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ പോയി നോക്കുമ്പോൾ അദ്ദേഹം നെഞ്ചിൽ വെടിയേറ്റ് രക്തമൊലിച്ചു കിടക്കുന്നത് കണ്ടത്. ഈ തൊഴിലാളികളാണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം ഇത്തരത്തിലാണ് അവിടെ ഇങ്ങനെ വെടിയേറ്റ് കിടപ്പുണ്ട് എന്ന് പറയുകയും അപ്പോഴാണ് ED ഉദ്യോഗസ്ഥർ അവിടെ എത്തി നോക്കുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം വഴിമധ്യേ മരിക്കുകയായിരുന്നു. ഇത്രയും പടവെട്ടി പോരാടി വിജയിച്ച് വിജയശ്രീ ലാളിതനായി വന്ന CJ റോയി 58-ാം വയസ്സിൽ അവസാനിപ്പിക്കേണ്ടിയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. വിഗ്രഹം വീണുടയുമെന്ന് ഭയന്നിട്ടാണോ CJ റോയി ഇത്തരം കാര്യത്തിലേക്ക് കടന്നത് എന്നടക്കമുള്ള സംശയങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. CJ റോയി സ്വയം വെടിവെച്ച് മരിച്ചെന്ന വാർത്ത പുറത്തു വരുമ്പോൾ എങ്ങും ഞെട്ടൽ തന്നെയാണ്. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും അടക്കം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സജീവമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ റോയ്. അദ്ദേഹത്തിന്റെ മരണം കേരളക്കരയെ നടുക്കിയിരിക്കുകയാണ്. ബാംഗ്ലൂരു റിച്ച്മണ്ട് സർക്കിളിന് സമീപമുള്ള ഓഫീസിൽ ഇന്നു വൈകിട്ടോടെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ വെടിയുതിർത്ത് കിടക്കുന്ന റോയിയാണ് ജീവനക്കാർ കാണുന്നത്. ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി തന്നെ റോയിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരാൻ അടുത്തിടെ കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ബാംഗ്ലൂരിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ എത്തിയത്. ബാംഗ്ലൂരിലെ ലാംഫോർഡ് റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം ഗ്രൂപ്പ് ഓഫീസിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് എത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. പലതവണ ഇൻകം ടാക്സ് സ്ഥാപനത്തിൽ നടത്തിപ്പിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് ഉദ്യോഗസ്ഥർ എത്തിയ റോയിയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുകയായിരുന്നു. ചില രേഖകൾ എടുത്തു നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓഫീസിലേക്ക് പോയി. ഇവിടെ വെച്ചാണ് വെടിയുതിർത്തത്. സ്വന്തം തോക്ക് ഉപയോഗിച്ച വെടിയുതിർക്കുകയായിരുന്നു. ഓഫീസ് മുറികളിൽ വെടിവെച്ച കേട്ടെത്തിയ ജീവനക്കാരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ റോയിയെ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്നതാണ് CJ റോയിയുടെ ആത്മഹത്യ. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുറമെ സിനിമാ നിർമ്മാണ രംഗത്തും വ്യോമയാന മേഖലയിലും അദ്ദേഹം സജീവമായിരുന്നു. ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരളത്തിലും വലിയ തോതിലുള്ള ഫ്ളാറ്റ് വില്ല പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. കൊച്ചി സ്വദേശിയായ റോയി തന്റെ വേറിട്ട ബിസിനസ് ശൈലിയിലൂടെയാണ് ശ്രദ്ധേയനായത്. മൃതദേഹം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാളെ മാത്രമേ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുകയുള്ളൂ. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി പരിശോധനകൾ നടന്നു വരികയായിരുന്നു. ഇതിൽ അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നു. പോലീസ് ജീവനക്കാരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും സാന്നിധ്യമുള്ള പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. ഈ വ്യവസായ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ഡോക്ടർ റോയ് CJ. കേരളത്തിലും കർണാടകയിലുമായി നിരവധി ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. സമുദ്ര സംബന്ധമായ ജോലികൾക്ക് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് റോയ് കടന്നു വരുന്നത്. വിദ്യാഭ്യാസം, ഹൃദയ ശസ്ത്രക്രിയ, ഡയാലിസ് ക്യാമ്പുകൾ, വീട് നിർമ്മാണം എന്നിവയ്ക്ക് കോൺഫിഡൻസ് ഫൗണ്ടേഷൻ വഴി വലിയ സഹായങ്ങൾ നൽകിയിരുന്നു. 200-ലധികം വിദ്യാർത്ഥികൾക്ക് കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ്.
കോൺഫിഡൻസ് ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ്, എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്നീ മേഖലകളിലും പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാൽ ചിത്രം കാസിനോവ അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവാണ്. മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മുഖ്യ സ്പോൺസർ ആയിരുന്നതും റോയി ആയിരുന്നു. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വ്യവസായ രംഗങ്ങളിലെ പ്രമുഖ സ്ഥാപനമായ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയി ജീവനൊടുക്കിയ വിവരം ഏറെ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത്. ബാംഗ്ലൂരിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടയിലായിരുന്നു സ്വയം വെടിയുതിർത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. നികുതി വെട്ടിപ്പിന് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂരു അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്നാണ് വിവരം. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച CJ റോയ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവമായിരുന്നു. കൊച്ചി സ്വദേശിയായ റോയി സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ ഓണറ്ററി കോൺസൽ കൂടിയായിരുന്നു. സംരംഭകൻ എന്നതിലുപരി സിനിമാ നിർമ്മാണത്തിലും CJ റോയ് സജീവമായിരുന്നു. എന്തായാലും ഏറെ ഞെട്ടൽ ഉളവാക്കുന്നു. പലതരത്തിലുള്ള ചോദ്യങ്ങൾ, CCTV ദൃശ്യങ്ങളടക്കമുള്ളവ പരിശോധിച്ചു വരികയാണ്. മറ്റ് എന്തെങ്കിലും ശക്തി ഇതിന് പിന്നിലുണ്ടോ അടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. എന്താണ് ആ ഓഫീസ് മുറിയിൽ നടന്നത് എന്നതിന് വ്യക്തമായ വിവരം ലഭിക്കണം. എന്തായാലും അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും തന്നെ വിദേശത്താണ്. രണ്ടുപേരും ഇവിടേക്ക് എത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നാളെ മാത്രമേ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. What?